വിറ്റും വയനാടിനായി കൈത്താങ്ങാവുകയാണ് ഒരു കൂട്ടം യുവാക്കൾ. തിരുവനന്തപുരത്താണ് വേറിട്ട ധനസമാഹരണം നടന്നത്. ദുരിതബാധിതരായവർക്ക് ആദ്യഘട്ടത്തിൽ 25 വീടുകൾ നിർമ്മിച്ചു നൽകുമെന്നാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് വട്ടിയൂർക്കാവിലാണ്. വലിയവിള ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രവൃത്തി ഇവിടെ വളരെ വ്യത്യസ്തമായ ഒരു കാര്യമാണ്. ഈ മരം മുറിച്ച് അതിന്റെ മരക്കമ്പുകൾ തൂക്കി വിൽപ്പന നടത്തി അതിൽ നിന്ന് സമാഹരിക്കുന്ന ധനം ഈ സഹായ നിധിയിലേക്ക് നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ യുവജന പ്രസ്ഥാനത്തിന്റെ പ്രവൃത്തിയാണ് നടക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആശയത്തിലേക്ക് പോയത്? രാവിലെ മുതൽ എനിക്ക് തോന്നുന്നു 6 മണി മുതലേ സഖാക്കൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ 6 മണി തൊട്ട് ഇവർ ഈ പ്രവർത്തനത്തിൽ മുഴുകിയിരിക്കുകയാണ്. ഇത് എല്ലാ തരത്തിലും സമൂഹത്തിലാകെ നമ്മളെ വയനാടിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു വലിയ പോരാട്ടത്തിലാണ്. സർക്കാരിനോടൊപ്പം ചേർന്നുകൊണ്ട് തന്നെ ഡിവൈഎഫ്ഐ ഇതിനോടകം തന്നെ ഒട്ടനവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഡിവൈഎഫ്ഐ വലിയവിള മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഇത്തരത്തിലൊരു പ്രവർത്തനം കാഴ്ചവെക്കുന്നത്. യുവജന പ്രസ്ഥാനങ്ങളുടെ പങ്കാളിത്തം ഇപ്പൊ തന്നെ നമ്മൾ രാവിലെ വരുമ്പോൾ ധാരാളം ചെറുപ്പക്കാരുണ്ട്. അങ്ങനെ ഒരു മനസ്സ് അതിന്റെ ഒരു താല്പര്യം ഇതെല്ലാം തന്നെ ഇതിനകത്ത് ഉൾച്ചേർന്നിട്ടുണ്ട്. അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അതെ, നാടാകെ ഒന്നിച്ച് നിൽക്കുകയാണ്. ഇവിടെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ യുവതികളും യുവാക്കളും ഒന്നടങ്കം ഈ പ്രവർത്തനത്തിൽ എല്ലായിടങ്ങളിലും അവരാലാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ വീട് വെച്ചു കൊടുക്കുക. തുടക്കത്തിൽ 25 വീട് എന്നാണ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇപ്പൊ എല്ലായിടത്തുനിന്നും നല്ല പിന്തുണയാണ് ഡിവൈഎഫ്ഐക്ക് ഇതിനോടകം ലഭിച്ചിരിക്കുന്നത്. പാളയത്ത് തന്നെ ഇതിനു മുന്നേ തന്നെ ഒരു തട്ടുകട നടത്തുന്ന സന്തോഷേട്ടൻ നമ്മളോട് നമ്മുടെ ഈ പ്രവർത്തനം കണ്ടുകൊണ്ട് നമ്മൾ സ്റ്റുഡന്റ് സെന്ററിന്റെ തൊട്ട് താഴെയായിട്ട് നിൽക്കുന്ന സന്തോഷേട്ടനും കുടുംബവും നമ്മൾക്ക് ഈ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമ്മളോടൊപ്പം സഹകരിച്ചുകൊണ്ട് അവരുടെ ഒരു ദിവസത്തെ മുഴുവൻ വിറ്റുവരവും ലാഭമൊന്നും എടുക്കാതെ വിറ്റുവരവും അവരുടെ എല്ലാ നഷ്ടവും സഹിച്ചുകൊണ്ടാണ് അവർ ആ ദിവസത്തെ തുച്ഛമായി കിട്ടുന്ന വരുമാനം ഡിവൈഎഫ്ഐയുടെ ഈ ചലഞ്ചിന് വേണ്ടിയിട്ട് അവർ കൊടുക്കാൻ വില്ലിങ് ആയത്. ഇത്തരത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് 1 രൂപയെങ്കിൽ 1 രൂപ അത് സഹായമായി എത്തിക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യം. അത് ഈ പറഞ്ഞതുപോലെ പ്രളയകാലത്തും ഈ ഡിവൈഎഫ്ഐ ആക്രി ചലഞ്ചിലൂടെ, പേപ്പർ കളക്ഷനിലൂടെ, അതുപോലെ ചെറിയ ചെറിയ പണികളിലൂടെ നമ്മുടെ വലിയവിള ജംഗ്ഷനിൽ മീൻ വരെ എടുത്തുകൊണ്ടുവന്ന് വിറ്റ് നമ്മൾ പൈസ അടച്ചിട്ടുള്ളവരാണ്. കാരണം ഈ ദുരന്തം എന്ന് പറയുന്നത് കേരളത്തിലെ മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും പറ്റിയ ദുരന്തമായിട്ടാണ് ഡിവൈഎഫ്ഐ കാണുന്നത്. ഞങ്ങൾ രാവിലെ വരുമ്പോൾ തന്നെ ശ്യാം ഉൾപ്പെടെയുള്ളവർ ഈ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. പുലർച്ചെ തന്നെ ഈ സമയം കണ്ടെത്തി ഇതിലേക്ക് വന്നു. ഞാൻ ആദ്യം ചോദിച്ചതുപോലെ നമുക്ക് ഒരാൾ അല്ലെങ്കിൽ ഒരു കുടുംബം, ഒരു സമൂഹം അവർ ആകെ പതറി നിൽക്കുമ്പോൾ അവർക്ക് സഹായം എത്തിക്കുക എന്നതാണ്. എങ്ങനെയാണ് ഇവിടുത്തെ ഒരു പങ്കാളിത്തം? ഞങ്ങൾ പറഞ്ഞ പോലെ നേരത്തെ പ്രളയകാലത്ത് ഇതുപോലെ സഹായിച്ചിട്ടുണ്ട്. അപ്പം പ്രാവശ്യം ഇങ്ങനെ ഒരു ദുരന്തം വന്നപ്പോഴത്തേക്ക് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, അങ്ങനെ ഡിവൈഎഫ്ഐ പല ചലഞ്ചുമായി ഏറ്റെടുത്തപ്പോൾ മേഖലാ കമ്മിറ്റി പല ചലഞ്ചായിട്ട് സ്ക്രാപ്പ് അങ്ങനെ പലതരം. ഇന്നിപ്പം അടുത്ത് തന്നെ നമ്മൾ ജ്യൂസിന്റെ ഒരു ജ്യൂസ് കട ഇടുന്നുണ്ട്. അതായത് ഈ മേഖല തന്നെ വലിയ മേഖലയിലാണ്, അറപ്പുരയിലാണ്. അത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇന്ന് വൈകുന്നേരത്തോടെ അത് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ നമ്മൾ ഈ വിറവ് വെട്ടി ഇത് വിൽക്കും. അതിന്റെ തുച്ഛമായ വരുമാനം അത് ഈ ഫണ്ടിലോട്ട് വിനിയോഗിക്കാനാണ്. ദുരന്തമുഖത്ത് ആർജവമുള്ള പ്രവർത്തനം, അത് ആർജവം എന്നതിനപ്പുറം അതൊരു മനുഷ്യസ്നേഹമായി മാറുകയാണ്. സഹായം ഒരു ഒഴുക്കായി എത്തുകയാണ്. അതിന്റെ മുൻനിരയിൽ ഉത്തരവാദിത്തപ്പെട്ട യുവജന പ്രസ്ഥാനം എന്ന നിലയിൽ തന്നെയാണ് ഡിവൈഎഫ്ഐയുടെ പ്രവർത്തനം. ഏതെല്ലാം മാർഗങ്ങളിലൂടെ അവർക്ക് സമാഹരിക്കാൻ കഴിയുമോ അതിന്റെ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ വിറക് ശേഖരണം പോലും ഒരു ഉത്തമമായ മാതൃകയാക്കിക്കൊണ്ട് തന്നെയാണ് സംഘടന മുന്നോട്ട് പോകുന്നത്. ബിപിൻ മുരളിക്കൊപ്പം വി വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം.